RBI പണനയം പ്രഖ്യാപിച്ചു. അടിസ്ഥാന പലിശ നിരക്കായ 6.5% മാറ്റമില്ല. വിലക്കയറ്റവും വളർച്ചാ നിരക്കും കണക്കിലെടുത്താണ് തീരുമാനം. സിജു സുഗതനുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജു, തുടർച്ചയായ 11ാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തുന്നില്ല. എങ്ങനെയാണ് പ്രഖ്യാപനം? അസിത, ഇത് വളരെ നേരത്തെ ഉള്ള ഒരു ആവശ്യമാണ്. പണനിരക്ക് അടിസ്ഥാന പലിശ നിരക്കിൽ കുറവ് വരുത്തണമെന്നുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഭക്ഷ്യ വിലക്കയറ്റ തോത് വളരെ ഉയർന്ന നിലയിലാണ്. കാരണം 6.21 നിരക്കിലാണ് ഇപ്പോൾ അതായത് 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിൽക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം 2 മുതൽ 6% വരെയാണ് ഈ വിലക്കയറ്റ തോത് ഉയരാൻ, ചില്ലറ വിലക്കയറ്റ തോത് അനുവദനീയമായ രീതിയിൽ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ 6.2 എന്ന രീതിയിലാകുമ്പോൾ അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടിയാൽ ഈ വിലക്കയറ്റ തോത് വീണ്ടും ഉയരാനുള്ള ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അടിസ്ഥാന പലിശ നിരക്കിൽ കൂട്ടാതിരിക്കാൻ റിസർവ് ബാങ്ക് ശ്രമിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഈ GDP-യിൽ വൻപൻ കൂപ്പുകുത്തൽ 5.2 കൂപ്പുകുത്തിയത് വാർത്തകൾ പുറത്തു വരികയും ചെയ്തത്. അത് റിസർവ് ബാങ്കിനെ പോലും ഞെട്ടിച്ച തരത്തിലുള്ള ഒരു കൂപ്പുകുത്തലായിരുന്നു. കഴിഞ്ഞ വർഷം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരുന്ന 7.2% GDP വർധന ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ആ റിസർവ് ബാങ്കിനെ ഞെട്ടിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള കൂപ്പുകുത്തൽ 14 മാസത്തെ ഏറ്റവും വലിയ കുറഞ്ഞ തരത്തിലേക്ക് പോയത് റിസർവ് ബാങ്കിനെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാന പ്രശ്നം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. ചെറുകിട വ്യാപാര വിലക്കയറ്റ തോത് 6.2% നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് റിസർവ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. അസിത, ശരി. സിജു സുഗതനാണ് വിവരങ്ങൾ നൽകിയത്. 11ാം തവണയാണ് നിരക്കിൽ മാറ്റം വരുത്താതെ പണനയ പ്രഖ്യാപനം.